കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക തീയലാണ്. അപ്പോൾ കുറച്ച് ചെറിയുള്ളിയും വെണ്ടയ്ക്കയും കൊണ്ട് നമുക്ക് നല്ലൊരു തീയൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 6 വെണ്ടയ്ക്ക നമ്മൾ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 4 കഷ്ണം ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണയൊന്ന് ചൂടായതിന് ശേഷം ചെറിയ തീയിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു നുള്ള് പെരിഞ്ജീരകം, വലിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് ഞാനൊരു ചെറിയ സ്പൂണിന് 1.5 സ്പൂണ് മല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി എടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇനി നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു മീഡിയം ലെവലിലേക്ക് തീ ഒന്ന് മാറ്റിയതിന് ശേഷം തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ കരിഞ്ഞു പോവാതെ നല്ല നമ്മുടെ കറിയുടെ പരുവത്തിന് നമുക്ക് തേങ്ങ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 3 സ്പൂണ്, ചെറിയ സ്പൂണിന് 3 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് അധികമില്ലാത്ത മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ 3 സ്പൂണ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ തേങ്ങയുടെ ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് ഈ മുളക് പൊടി നല്ലതുപോലെ മൂത്ത് കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തണുക്കാനായിട്ട് മാറ്റി വെച്ച് ഈ സമയത്ത് നമുക്കിനി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു സ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽ മുളകും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് കളറ് മാറിയതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിത് വെണ്ടയ്ക്ക തുറന്നു വെച്ച് തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അടച്ചു വെച്ച് വേവിക്കുന്നില്ല. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഞാനിത് തുറന്നു വെച്ച് തന്നെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അല്പസമയം നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക്
നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പസമയം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലെ അരപ്പ് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നമ്മൾ ചെറുതൊരെണ്ണമാണ് ചേർത്തേക്കുന്നത്, അപ്പോൾ പുളി ഒരല്പവും കൂടി വേണം. അതുകൊണ്ട് ചെറിയ ഒരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തക്കാളി വെന്തുടങ്ങിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേവിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കുറച്ചുകൂടി വെള്ളം വേണം, അപ്പോൾ അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്പവും വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പാണ് ഇട്ടത്. ഇനി ബാക്കി നമ്മുടെ കറിയുടെ അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ ഒരു ഗ്രേവി ഒന്ന് കുറച്ച് തിക്കായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അല്പസമയം കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാനിത് തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രേവിയൊക്കെ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചട്ടിയിലിരുന്ന് തന്നെ ഇത് തിളച്ച് കുറച്ചുകൂടി നമ്മുടെ കറി തിക്കായി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനിതിലേക്കൊരു അല്പം ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് ഒരല്പസമയം കഴിഞ്ഞ് ഗ്രേവിയൊക്കെ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി അല്പസമയം കൂടെ കഴിഞ്ഞ് കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും. ഇപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ടയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കറി നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു തീയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നമ്മുടെ തീയലൊക്കെ കൂട്ടി ചോറ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തീയൽ വെണ്ടയ്ക്കയും ക്യാരറ്റോടും മെഴുക്ക് പുരട്ടി, പപ്പടം, പിന്നെ ഉണക്കമീനാണ്, ഉണക്കമത്തി വറുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറികൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.